ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന പല ട്രേഡേഴ്സും 1-2 മാസത്തെ വിഡ്രോൽ അല്ലെങ്കിൽ പേ ഔട്ട് കണ്ടിട്ട് അവരുടെ ജോലി റിസൈൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഒരു സേവിങ്സ് മൊത്തം ഇട്ടിട്ട് വലിയൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ നോക്കുക. പല ആളുകളും ചെയ്യാൻ നോക്കുന്ന ഒരു പരിപാടിയാണിത്. ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ്, ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ഒരു ട്രാക്ക് റെക്കോർഡ് അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയിൽ നിന്ന് നമ്മൾ ഇറങ്ങാനും നിൽക്കരുത്. പിന്നെ തന്നെ നമ്മൾ ജോലിയിൽ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഞങ്ങൾക്ക് കൂടിയേ മതിയാവും എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ റണ്ണ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മളെ കൈക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാതി വഴിയിൽ ട്രേഡിങ് നിർത്തേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഉള്ള ഓൾ സേവിങ്സ് മൊത്തമായിട്ട് കൊടുത്തിരുന്ന പരിപാടിയൊക്കെ ശുദ്ധ പൊട്ടത്തരാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ ട്രേഡിങ് വന്നതില്ല, ഒരു 95 ചെയ്തിരുന്ന ഞാൻ എങ്ങനെ ട്രേഡിങ് വന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാൻഡമിക് ഹിറ്റാവുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനി ആയിരുന്നു നടത്തിയത്. ഞാനും വേറെ എൻ്റെ ഒരു കൂട്ടുകാരനും വേണ്ടി അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇതിൽ ഇട്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫോറക്സ് ട്രേഡിങ് വരുന്നത്. UAE ലോക്ക്ഡൗൺ ഒക്കെ മാറിയതിന് ശേഷം ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പണായി നാട്ടിലേക്ക് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു 6 മന്ത്സ് കാര്യങ്ങളൊക്കെ എനിക്ക് സ്റ്റഡി ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈം ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വല്ലാതെ ഡിലേ ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങി. അല്ല, ഞാൻ ഒരിക്കലും റിസൈൻ ചെയ്തെന്നുള്ള രീതിയിലല്ല ഞാൻ ഫോറക്സ് ട്രേഡിങ് വന്നിട്ടുള്ളത്. ഇങ്ങനൊരു പാൻഡമിക് കാരണമാണ്, ഒരു കൊറോണൻ്റെ ആ ഒരു പാൻഡമിക് കാരണമാണ് ഞാൻ ഈ ഒരു ഫോറക്സ് ട്രേഡിങ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 5 ഇയേഴ്സോളമായി ഞാൻ ട്രേഡ് ചെയ്യുന്നു. കുഴപ്പമില്ലാത്ത എമൗണ്ട് എനിക്ക് കയ്യിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് പോകുന്നത്. ജോബ് റിസൈൻ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓൾ സേവിങ്സ് മൊത്തമായിട്ട് കൊടുന്നിടാൻ നിൽക്കുന്നൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഓർത്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.